നിരീശ്വരവാദിയാണെന്ന് ഞാനൊന്നും പറയില്ല. പക്ഷെ ഓക്കെ, എന്തിനും എല്ലാത്തിനും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ യുക്തി ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്ന് വന്നിട്ടുണ്ട്. അന്ന് മുതൽ അതൊരിക്കലും ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്, അതെ, കോമൺ സെൻസ് എന്നുള്ള ഫാക്ടറുണ്ട്. അതായത് ഇപ്പോൾ ഒന്നും കൂടെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ 2 ലക്ഷം വർഷം മുമ്പാണ് ഹോമോസാപ്പിയൻസ് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ മതം എന്ന് പറയുന്നത് അത് ഹിന്ദുസോ അല്ല, ക്രിസ്ത്യാനിറ്റിയോ അല്ല, ഇസ്ലാമും അല്ല. അപ്പോൾ അതിന് മുമ്പുള്ള ഏതൊക്കെയോ നമുക്ക് പേരറിയാത്ത മതങ്ങളാണ്. അതിൻ്റെയൊക്കെ ആദ്യം, അതായത് അതിൽ ഏറ്റവും പഴയതെന്ന് പറയപ്പെടുന്നത് 6000 വർഷം പഴക്കമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 1,94,000 വർഷത്തോളം ഇതൊന്നും ഇല്ലാതെ ആൾക്കാർ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ പേരിലൂടെ ആൾക്കാർ, ഞാൻ പറയുന്നത് അതേ സെൻസിൽ മനസ്സിലാക്കുന്ന ആൾക്കാരോട് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള തീരുമാനം ആണ് പിന്നീട് ഞാൻ എടുത്തത്. അല്ലാത്തവരുടെ കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഒരു പോയിന്റ്ലെസ്. ഇവിടെ ആരും മോശം ആൾക്കാരല്ല, എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്. ബേസിക്കലി നമ്മൾ കാണുന്ന എല്ലാവരും, നമുക്ക് നമ്മുടെ ശത്രുക്കളെന്ന് തോന്നുന്ന ആൾക്കാർ പോലും ബേസിക്കലി അവർ നല്ല ആൾക്കാരാണ്. ചില സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ദോഷം തോന്നിയിട്ടുണ്ടാവും, നമുക്ക് തിരിച്ചങ്ങോട്ട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് അവർ ചിന്തിക്കുന്നൊരു സമയം വരും. ആ സമയം വരുമ്പോഴേ നമ്മളത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പക്ക കംപ്ലീറ്റ്ലി ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈറ്റിലേക്ക് വരാനുള്ള റീസൺ അത് മായനദി തന്നെയാണല്ലോ. അങ്ങനെ അത് ടൊവിനോയുടെ ക്യാരക്ടറായിട്ട് അതിനെ എത്രത്തോളം അത് എടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ റൊമാൻറ്റിക് പേഴ്സണാണ്. പക്ഷെ മായനദിൽ റൊമാൻസിന് അപ്പുറം കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ്. റൊമാൻസ് മാത്രമല്ല, റൊമാൻസിന് അപ്പുറമുള്ള കാര്യങ്ങളും കൂടിയാണ്. നമ്മളിപ്പോഴത്തെ ആ ഒരു യങ്സ്റ്റേഴ്സ് വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു അത് അങ്ങനെ തന്നെ അങ്ങ് ചെയ്തു പോയിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരുന്നു. അത് മാറ്റി വേറൊരാളെ വ്യക്തി നമുക്ക് ചിന്തിക്കാൻ തോന്നില്ലേ സത്യം പറഞ്ഞ. ടൊവിനോയിൽ കാണുമ്പോൾ ടൊവിനെ മാറ്റിയിട്ട് വേറൊരു ആർട്ടിസ്റ്റ് നമുക്ക് അതിൽ ചിന്തിക്കാൻ തോന്നില്ല. ശരിക്കും സന്തോഷമുണ്ട്. പക്ഷെ ഇന്നാളെ ഏതൊരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഡയറക്ടർ ആഷിഖേട്ടനോട് തന്നെ ചോദിക്കുകയാണ് പുള്ളി, എന്തുകൊണ്ട് ടൊവിനോ, വൈ ടൊവിനോ, ആ ക്യാരക്ടറിന് അതിന് പകരം മറ്റൊരു നടനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇന്റൻസിറ്റി ഉണ്ടാവില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ പറയുന്നു ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറെ ആളെ ചെയ്യുന്നത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പെർസ്പെക്റ്റീവ്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും ശരിയെന്ന് തോന്നുന്നത്. ഞാൻ പക്ഷെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് എന്താ പറയുക, ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ആ ടീമിലുള്ള വിശ്വാസം കൊണ്ടാണ്. എന്നിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടതും പ്രതീക്ഷിച്ചതും ഇത് തന്നെയാണ് എന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ABCD സംഭവിച്ചു. പിന്നെ ABCD തിയേറ്ററിൽ നിന്ന് കണ്ട് അന്നാണ് എന്നെ സ്റ്റാറിംഗ് പൗർണമി എന്നുള്ള സിനിമയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ സ്റ്റാറിംഗ് പൗർണമി ദൗർഭാഗ്യവശാൽ ആ സിനിമ മുഴുവനായില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പഞ്ചാബിലും ലുധിയാനയിലും മണാലിയിലും ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ പോയി നമ്മൾ ഷൂട്ട് ചെയ്തു. കേരളത്തിലെ കുറച്ച് ദിവസം ഷൂട്ടേ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അത് ഇറ്റ് ഹാപ്പൻസ്. പ്രൊജക്ട് ഷെൽബിലാണ്. നല്ല ക്യാരക്ടറുമായിരുന്നു അതിനകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ നിന്നുണ്ടായ സൗഹൃദമാണ് അതിൻ്റെ റൈറ്ററായിട്ടുള്ള വിനി വിശ്വലാലുമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആൽബി ചേട്ടനാണ്, ആൽബർട്ട് ആൻ്റണി. അദ്ദേഹമാണെങ്കിലും നമ്മുടെ സെക്കൻഡ് ഷോട്ടിങ് കൂതറയുടെയൊക്കെ ഡയറക്ടറായിട്ടുള്ള ശ്രീനാഥ് രാജേന്ദ്രൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരു കണക്ഷനാണ് കൂതറ എന്നുള്ള സിനിമയിലേക്ക് വരുന്നത്. കൂതറ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ആയിരുന്നു ആ സമയത്ത്. അതിൽ വൺ ഓഫ് ദി ലീഡ് റോൾസ് എന്നുള്ളത് അതും എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ്സാണ്. ആ സമയത്താണ് സെവൻത്ത് ഡേയിലേക്ക് വിളിക്കുന്നത്. ഇതിൽ അഭിനയിക്കുന്നതും കൊണ്ടും കൂടിയാണ് എന്നെ സെവൻത്ത് ഡേയിലേക്ക് വിളിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സെവൻത്ത് ഡേയിൽ ചെന്ന് സെവൻത്ത് ഡേയുടെ ആൾക്കാരുമായിട്ട് എല്ലാം പരിചയപ്പെട്ടുകൊണ്ടാണ് ശ്രീ പൃഥ്വിരാജ്. എൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്കിന് കാരണമായത് സെവൻത്ത് ഡേ ആണ്. ഈ സെവൻത്ത് ഡേയിൽ എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിട്ടുള്ള ഒരു സൗഹൃദമാണ് എന്നെ മൊയ്തീൻ നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഈ കൂതറ തുടങ്ങിയ ചില സിനിമകൾ വലിയ വിജയമൊന്നും. അതെ, സെവൻത്ത് ഡേയിൽ അത് ഈ തടിയൊക്കെ വെച്ച് അത് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2-3 സിനിമയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, പക്ഷെ നമ്മൾ കാണുമ്പോഴും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ABCDയിലെ ആള് തന്നെ. എനിക്ക് കുറച്ച് നാള് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് നമ്മളുടെ എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് ലുക്കുകൾ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കഥാപാത്രങ്ങൾ കിട്ടില്ല എന്നുള്ളൊരു
ചിന്ത അല്ലെങ്കിൽ സ്ട്രാറ്റജി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ലായിരുന്നു. ABCD കഴിഞ്ഞിട്ട് ABCD റിലീസൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ലുക്ക് ഞാനൊന്ന് മാറ്റിയായിരുന്നു. കാര്യം അത് ഭയങ്കര പൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആക്ച്വലി ആൾക്കും എന്നെ മനസ്സിലായില്ല. തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിലിരുന്നവർക്ക് പോലും ഈ ഇരിക്കുന്ന ഞാനാണ് അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ കുറേ സിനിമകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. 7th ഡേയുടെ സമയമായപ്പോഴത്തേക്ക് ഞാൻ കൂത്തറ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 7th ഡേ റിലീസായി കഴിഞ്ഞ സമയത്താണ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് താൻ മറ്റേ ABCD അഭിനയിച്ച ആളല്ലേ എന്ന് ചോദിക്കുന്നത്. അത് 7th ഡേ കണ്ടിറങ്ങിയപ്പോഴായിരിക്കും. എന്നെ ഇതിൽ കണ്ടില്ലേ, ഈ ഇതിലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും പുതിയ പുതുമുഖമാണല്ലോ, കൊള്ളാലോ. അങ്ങനെ ആണ് പിന്നീട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ. മൊയ്തീൻ കഴിഞ്ഞിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത 2 സിനിമകൾ, ഒരുമിച്ച് കമ്മിറ്റ് ചെയ്ത 2 സിനിമകളുണ്ട്, സെയിം പ്രൊഡക്ഷൻ കമ്പനിയുടെ, ഗോദയും ഗപ്പിയും. അപ്പോൾ ഗോദ തുടങ്ങുന്നതിന് സമയമുണ്ട്, അപ്പോൾ അതിന് മുമ്പാണ് ഗപ്പി. അപ്പോൾ ഞാൻ ഈ എന്നതിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നു, എല്ലാവരും കണ്ട ഒരു സിനിമ. അതാണ് ഏറ്റവും വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നായകനായിട്ട് കുറേ സിനിമകൾ ചെയ്താലും എനിക്ക് കിട്ടാത്ത ഒരു വിസിബിലിറ്റി പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ആളുകൾ കാണുന്ന സിനിമയിൽ ഭാഗമായപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എനിക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചാണ് ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കണം. അത് ഒരു ഉഴപ്പി എന്ന് തോന്നരുത് ആളുകൾക്ക്. അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഗപ്പി എന്നുള്ള സിനിമ തുടങ്ങുന്നത്. ഗപ്പി കമ്മിറ്റ് ചെയ്തപ്പോൾ മുതൽ ഞാൻ താടി വളർത്തിയതാണ്. ഒരു 3-4 മാസം താടി വളർത്തിയിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു 3 മാസം ഇതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താടി വളർത്തുകയും 7 മാസത്തോളം ഞാൻ ഇതിനു വേണ്ടി താടി വളർത്തി. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും നല്ലൊരു ക്യാരക്ടറും ഒക്കെ. പക്ഷെ അത് തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തുകൊണ്ടാണ്, ഞാൻ എന്ത് പ്രശ്നം കൊണ്ടാണോ, അതായത് എന്നെ ആളുകൾക്ക് തിയേറ്ററിൽ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. ഗപ്പി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മെക്സിക്കൻ അപാരത ഗോദയൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ മെക്സിക്കൻ അപാരത ഇറങ്ങിയപ്പോൾ ഈ ഗപ്പിയിൽ ചെയ്തതിന് പ്രായശ്ചിത്തം എന്നോണം ആളുകളെല്ലാവരും ആ സിനിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ആ മെക്സിക്കൻ അപാരത എന്നുള്ള സിനിമയുടെ ട്രെയിലറും അതിൻ്റെ ഒരു പ്രമോഷനും ഒക്കെ ഭയങ്കരമായിട്ട്, അങ്ങനെ മെക്സിക്കൻ അപാരത എന്നുള്ള സിനിമ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കിട്ടി. ഒരു ബാങ്കബിൾ ആക്ടറായി ഞാൻ എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് ഒരുപക്ഷെ മെക്സിക്കൻ അപാരത കഴിഞ്ഞപ്പോഴായിരിക്കും. അപ്പോഴാണ് ഗോദ എന്നുള്ള സിനിമ റിലീസാവുന്നത്. ഏകദേശം ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഗോദ ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയാണ്. അങ്ങനെ ഗോദ ഇറങ്ങുന്നു. ഗോദയും ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് നല്ലപോലെ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ന് തരംഗം എന്നുള്ള സിനിമയായിരുന്നു. പക്ഷേ തരംഗം എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടീമും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് എന്തുകൊണ്ടോ അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വർക്ക് ആവുന്നൊരു സിനിമയല്ലായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട്, ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടേസ്റ്റ്. എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അത് കഴിഞ്ഞിട്ടാണ് മായാനദി എന്ന് പറയുന്നത് എൻ്റെ കരിയറിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സക്സസ് അത് തന്നെയാണ്. നമുക്ക് 125 ദിവസം ഓടിയ ഞാൻ ലീഡറുള്ള അഭിനയിച്ച വേറെ സിനിമകളൊന്നും ഇല്ല. അങ്ങനെ ആ സിനിമ വന്നു. ആ സിനിമ എനിക്ക് വേറെ തന്നെ ഒരു ഇമേജാണ് പിന്നീട് ഉണ്ടാക്കി തന്നത്. പിന്നെ മായാനദി കഴിഞ്ഞത് ഇപ്പോൾ റീസെൻ്റ്ലി അബിയുടെ കഥ അനുവിൻ്റെ എന്നുള്ള സിനിമ. അത് ആക്ച്വലി അബിയും അനുവും എന്നുള്ള തമിഴ് സിനിമയാണ്. അത് ഡബ് ചെയ്ത് മലയാളത്തിലിടയ്ക്ക് എനിക്ക് പേഴ്സണലി അതിൻ്റെ ത്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയായിരുന്നു. അതെന്തോ പ്രേക്ഷകർക്ക് വർക്കായില്ല. എനിക്കും അത് 100% വർക്കായി എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നല്ല എഫേർട്ടായിരുന്നു. അങ്ങനെ ഒരു അത് ആ ക്രൂവിൻ്റെ ഭാഗത്ത് നല്ലൊരു എഫേർട്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. പക്ഷെ അതിൻ്റെ ത്രെഡ് വൺ ലൈൻ ഇറ്റ് സെൽഫ് വാസ് അടിപൊളിയായിരുന്നു. അതൊരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സിനിമകളുടെ ഒരു ശ്രേണിയിലേക്കാണ് അത് വരാൻ പോകുന്നതെന്നാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ മൂവി ആവുകയും മലയാളത്തിലേക്ക് അത് ഡബ് ചെയ്ത് ഇറക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ആകെ ഒരു വിഷമം അത് മലയാളത്തിൽ ഡബ് ചെയ്തത് മാത്രമേ കേരളത്തിൽ ഇറങ്ങിയുള്ളൂ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. നേരെ മറിച്ച് അത് കുറച്ചും കൂടെ അതിൻ്റെ ഒറിജിനൽ, അതായത് തമിഴ് ഇവിടെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. എല്ലാ സിനിമയും ഒരുപോലെ നന്നാവണം എന്ന് നമുക്ക് അതാർക്കും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം, സ്വപ്നം കാണാം. പക്ഷേ അത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എടുത്താൽ അവർ സ്വീകരിക്കും. തീർച്ചയായിട്ടും. ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ് ആമി എന്ന് പറയുന്ന സിനിമ.
ആമി എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചത് അതിലോട്ട് വരുമായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന character. എനിക്ക് കുറേ പേര് എന്നെ അതായത് ഒരു മിഡിൽ ഏജിലുള്ള കുറേ പേരൊക്കെ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇന്നും കൂടെ ഞാൻ കണ്ട ഒരു മിഡിൽ ഏജിലുള്ള ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര രസം തോന്നി, നന്നായിട്ടുണ്ട്, വേറെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ടൊവിനോട് ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമ ആമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 6 വർഷത്തോളം ഒരു സിനിമയിലുണ്ട്, പക്ഷെ എൻ്റെ ആദ്യം ഒരു സിനിമ കാണുന്നത് ആമയാണ്. എന്നെ ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു ആദ്യത്തെ സിനിമയിൽ തന്നെ നന്നായിട്ട് അഭിനയിച്ചുള്ളൂ. ഞാൻ കുറച്ചധികം സിനിമയായി ചെയ്യുന്നു, പക്ഷെ അതാണ് ഓരോ ജോണറിൻ്റെയും. മഞ്ജു ചേച്ചി എനിക്ക് മുമ്പ് പരിചയമുണ്ട്. പരിചയം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു നാഫ അവാർഡ് ഫംഗ്ഷൻ പോയപ്പോൾ ഞങ്ങൾ അത് ഭയങ്കര നമ്മളൊരു ഫാമിലി പോലെയാണ് പോകുന്നതും. അപ്പോൾ മഞ്ജു ചേച്ചി ആണെങ്കിലും ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കമൽ സാറിനോട് വർക്ക് ചെയ്താണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. ദൈവം സഹായിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ യുക്തിയാണല്ലോ പറയേണ്ടത്. യുക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ദൈവം സഹായിച്ച ഒരു യൂസേജാണ്. അല്ലെങ്കിൽ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് പലപ്പോഴും കറക്റ്റ് ആയതുകൊണ്ട് എസ്ര വന്നു. അതും ഈ പറയുന്ന പോലെ സെയിം പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഗോതയുടെയും കപ്പിയുടെയും. പിന്നെ അത് ആ സിനിമയിൽ ആ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ എനിക്ക് കിട്ടിയ ക്രൂ എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ സിനിമകൾ ഇറങ്ങുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ, ഒരു ഇൻഡസ്ട്രിയെ, എൻ്റർടൈൻമെൻറ്റ് മീഡിയത്തെ, ഇത് 3 തരത്തിലും അതിനെ പറയണമല്ലോ. ഇതിൽ ഞാൻ ഇഷ്ടപ്പെടാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ആ ഒരു സന്തോഷവും, എല്ലാ ദിവസവും രാവിലെ എന്താ പറയുക ഷൂട്ടിന് പോകുമ്പോൾ ഉള്ള ആ ഒരു എനർജിയും, അതൊക്കെയാണ് ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. അത് ഭാഗ്യമെന്ന് പറയാം, അല്ലെങ്കിൽ എന്തോ ബീങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്, എൻ്റെ തീരുമാനങ്ങളാവാം.